സൈക്കിളിനെ കുറിച്ചാണ്. നമ്മൾ സുസുക്കി മോട്ടോർസൈക്കിൾസിന്റെ ഗ്ലോബൽ ലെവലിൽ നോക്കുവാണെങ്കിൽ ബിഗ് ജാപ്പനീസ് 4 ബ്രാൻഡ്സ്, അതായത് ഹോണ്ട, യമഹ, പിന്നെ കാവാസാക്കി, പിന്നെ സുസുക്കി, അങ്ങനെയാണ് വരുന്നത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നുണ്ട്. പക്ഷേ ഈ ഹോണ്ടയുടെയോ യമഹയുടെയോ ഒന്നൊരു ഗ്രിപ്പ് സുസുക്കി മോട്ടോർസൈക്കിൾസിന് ഇന്ത്യയിലില്ല. അത് അവരെടുത്ത കുറച്ച് തീരുമാനങ്ങളുടെ പോരായ്മകൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടൊരു കഥ പറയാം. എൻ്റെ വീടിന് തൊട്ടപ്പുറത്ത് ഒരു കടയുണ്ടായിരുന്നു. ആ കടയിലെ ചേട്ടന് ഒരു ബ്ലൂ കളർ യൂണിക്കോൺ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കൊച്ചിലെ യൂണിക്കോണൊക്കെ നോക്കി അവിടെ കടയിൽ പോകുമ്പോഴത്തേക്ക് ആ ചേട്ടൻ എപ്പോഴും പറയും, എടാ സുസുക്കിയുടെ വണ്ടി വരുന്നത് കേട്ടു, സുസുക്കിയുടെ ഒരു മോട്ടോർ സൈക്കിൾ വന്നിട്ട് വേണം ഇത് കൊടുക്കാൻ, അതുകൊണ്ട് എനിക്ക് സുസുക്കിയുടെ മോട്ടോർ സൈക്കിൾ വേണമെന്ന്. അപ്പം അത്രയ്ക്ക് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു. സുസുക്കി എന്ന ബ്രാൻഡിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ ഒരു ഹോണ്ട വിറ്റിട്ട് വരെ സുസുക്കി എടുക്കാനായിട്ട് നടന്ന ആൾക്കാരുണ്ടായിരുന്നു ആ കാലത്ത്. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. പിന്നീട് പറയാനായിട്ടാണെങ്കിൽ സുസുക്കിയുടെ കാർ ബിസിനസ് അറിയാമല്ലോ, മാരുതി സുസുക്കി നമ്പർ 1 ആണ് ഇന്ത്യയിൽ. ഇപ്പോഴും അതെ, അന്നും അതെ. അപ്പം അതിനകത്തൊരു സംശയമില്ല. എന്നിട്ടും അവരെന്തുകൊണ്ട് പാളിപ്പോയെന്ന് വെച്ചാൽ ചില മോട്ടോർ സൈക്കിളിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് സുസുക്കിയുടെ GS150R. ഈ സാധനം നല്ല രീതിക്ക് സുസുക്കി മാർക്കറ്റ് ചെയ്തിരുന്നെങ്കിൽ യൂണിക്കോണ് അടിക്കാൻ പറ്റിയ എല്ലാം ഉണ്ടായിരുന്ന മോട്ടോർ സൈക്കിളാണ്. പക്ഷേ ഇനി പറ്റിയെന്ന് വെച്ചാൽ 2009 മോഡലൊക്കെ എടുത്തവർക്ക് അറിയാൻ പറ്റും, ഈ മോട്ടോർ സൈക്കിളിന്റെ ടാങ്കിനകത്തുനിന്ന് ഒരിക്കലും തുരുമ്പൊഴിയത്തില്ല. എപ്പോഴും ഇങ്ങനെ തുരുമ്പ് വന്നുകൊണ്ടേയിരിക്കും ടാങ്കിനകത്ത്. ടാങ്കിനകം തുരുമ്പിക്കുന്ന ഒരു പ്രത്യേക അസുഖമുള്ളൊരു മോട്ടോർ സൈക്കിളാണ് സുസുക്കിയുടെ GS150R. പിന്നെ ക്വാളിറ്റി ഇഷ്യൂസ് എന്ന് പറയാനായിട്ട് എഞ്ചിന് മുടിഞ്ഞ ക്വാളിറ്റിയാണ്. എഞ്ചിനൊരു 2-3 ലക്ഷം കിലോമീറ്ററൊക്കെ ഓടുമെങ്കിലും ബാക്കിയുള്ള പാർട്സ് അല്ലെങ്കിൽ മെറ്റൽ പാർട്സ് അല്ലെങ്കിൽ ഇരുമ്പിന്റെ പാർട്സിനൊക്കെ വളരെ ക്വാളിറ്റി കുറവാണ്. എപ്പോഴും റെസ്റ്റും പ്രശ്നങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാരണം കൊണ്ടാണ് GS150R അതൊക്കെ ഒന്ന് പരിഹരിച്ച് സെറ്റപ്പായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ നല്ലൊരു യൂണിക്കോണിന്റെ എതിരാളിയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവന്മാർ ഒന്നും ചെയ്യാതെ ഈ ഇത്രയും നല്ലൊരു എഞ്ചിനും ചാസിയുള്ളൊരു മോട്ടോർ സൈക്കിളിനെ വെറുതെ കുളവാക്കി കളഞ്ഞു. പിന്നീട് അവർ അവർക്ക് ക്ലച്ച് പിടിച്ചൊരു മോഡൽ സൈക്കിളാണ്, ഞാൻ 150cc മാത്രമായിട്ടാണ് പറയുന്നത്. പിന്നീട് സുസുക്കിക്ക് ക്ലച്ച് പിടിച്ച ഒരു മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ജിക്സറാണ്. ജിക്സറിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സുസുക്കി നമ്മുടെ യമഹ FC ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ മാനുഫാക്ചേഴ്സും ആ റേഞ്ച് ഒരു വണ്ടിക്ക് പുറകെയാണ് പോയത്. അപ്പോഴാണ് സുസുക്കിക്ക് തോന്നിയത് ഇവരുടെ ജിക്സർ GSXR ഷോർട്ട് ഫോം ചെയ്യുമ്പോഴത്തേക്കും ജിക്സർ എന്നാണ് പുറത്തറിയപ്പെടുന്നത്. അങ്ങനെ ബൈക്ക് കൊണ്ടുവന്നാൽ എന്താന്ന് വെച്ചാൽ അവർ ആലോചിച്ചു. അങ്ങനെയാണ് ജിക്സർ 155 പിറവി വന്നത്. ജിക്സറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഏതൊരു ഓട്ടോമൊബൈൽ മാഗസീൻ നിങ്ങൾ ആ ടൈമിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ CB ഹോർണറ്റ്, FC, ജിക്സറായിട്ടുള്ള കമ്പാരിസൺ വന്നിട്ടുണ്ടെങ്കിൽ സെഗ്മെന്റ് കിങ് എന്ന് പറയുന്ന ജിക്സർ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇത്രയ്ക്ക് ഹാൻഡ്ലിങ്ങും ഫീലും ഉള്ളൊരു ബൈക്ക് വേറെ ഈ സെഗ്മെന്റിൽ ഇല്ല. പക്ഷേ എന്നിട്ട് പോലും സുസുക്കിക്ക് എന്ത് പറ്റി ഇതിനെ പിടിച്ചെടുത്താൻ പറ്റാത്തതെന്ന് വെച്ചാൽ അപ്ഡേറ്റ്സിന്റെ കുറവാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ജിക്സർ അന്നിറങ്ങി